സംടൈംസ് യു ആർ ബീങ് ടു മച്ച്, സംടൈംസ് യു ആർ ബീങ് ഓവർ ഡ്രമാറ്റിക്, അല്ലെങ്കിൽ ടു പറയാനായിട്ട് അവരെന്ത് വിചാരിക്കും. വി ഹാവ് ടു മൂവ് ഓൺ, ലൈഫ് ഗോസ് ഓൺ. ഹേ മൈ സൺഷൈൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹലോ, മൈ നെയിം ഇസ് ശ്രീലക്ഷ്മി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 20 ലെസൺസ് ഐ ലേൺ ഇൻ മൈ 20s ആണ്. ഇതൊരു അഡ്വൈസ് വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ ഞാൻ പറയുന്നു. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പോയിന്റ് 1, maybe you're not being too much, maybe they can't handle you. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി പറയുന്നുണ്ടാവും, സംടൈംസ് യു ആർ ബീങ് ടു മച്ച്, സംടൈംസ് യു ആർ ബീങ് ഓവർ ഡ്രമാറ്റിക്, അല്ലെങ്കിൽ ടു ലൗഡ്. നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു ഇത് പറയണ പോലെ. ചിലപ്പോൾ ഇപ്പോൾ നമ്മളുടെ നല്ലതിന് വേണ്ടി പറയണ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ റീസൺസ് ലൈക്ക് ജലസി, അങ്ങനെയുള്ളൊരു ബാഡ് ഇന്റൻഷൻ വെച്ചിട്ട് ഈ കാര്യം പറയണവരുണ്ടാവും. അതായത് അവരുടെ സെൽഫിഷ് റീസൺസിന് വേണ്ടി നമ്മളെ കുറച്ച് താഴ്ത്തി അങ്ങനെ ആക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതായത് നമുക്കിപ്പോ ഒരു കാര്യം നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി ഒരു കാര്യം പറയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഇഫ് അതർ പീപ്പിൾ ആർ സേയിങ് യു ആർ ബീങ് ടു മച്ച് ഓർ യു ബീങ് ടു ലൗഡ്, യു ആർ ബീങ് സോ സീരിയസ് അബൌട്ട് യുവർ സെൽഫ്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കോൺഫിഡൻസോട് കൂടി, നമ്മൾ 100% കോൺഫിഡൻസോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് എപ്പോഴും നമ്മൾ അങ്ങനെ കേട്ടാൽ ചിലപ്പോൾ അതിന് മാത്രമേ സമയം ഉണ്ടാവും. ഇനി പോയിന്റ് 2 കിടക്കാം. Learn to spend time alone with yourself. Learn to love that alone time with yourself. അതായത് നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്, ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല, സിറ്റുവേഷൻ അങ്ങനെ ഒരാളാണ്. ബട്ട് നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആർക്കറിയാം, നമുക്കല്ലേ. സോ നമ്മൾ വി ഷുഡ് ലേൺ ടു accept ourselves, അല്ലെങ്കിൽ വി ഷുഡ് ലേൺ ടു ലവ് സ്പെൻഡിങ് ടൈം വിത്ത് അവർ സെൽഫ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ബോധറിങ് ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്കായി പോയാൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വെറിയാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാവും. അതാവും നിങ്ങളെ വെറി ചെയ്യുന്ന കാര്യം. ബട്ട് അങ്ങനെയല്ല. നമ്മളുടെ ഒപ്പം നമ്മളുടെ വിത്ത് അവർ സെൽഫ് വെൻ വി സ്പെൻഡ് ദ ടൈം, നമ്മൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കും. ആൻഡ് അതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് മേ ബി ടോക്ക് ടു സം ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ഓർ തെറാപ്പിക്ക് പോവാം. അങ്ങനെ ആ ഒരു ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ അതിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി അടിച്ചു പൊളിച്ച് നടന്നാലും ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്ത് കുറെ ചിരിച്ച് തമാശ ചിരിച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ അത് കഴിഞ്ഞ് വരുമ്പോൾ യു വോണ്ട് ബി ഹാപ്പി, യു വിൽ ബി ഫീലിംഗ് എം ടി. ആ ഒരു എം ടി ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. എന്ത് നേടി ഞാൻ, അങ്ങനെ ഒരു ഫീലിംഗ്. അപ്പോൾ അതിലും നല്ലത് എന്താ, നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കുക. ആ ഒരു എലോൺ ടൈം വെൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യാൻ പഠിക്കും, അല്ലേ. സോ തേർഡ് പോയിന്റ്, saying no is a self-worth. It's not being rude to anyone. എനിക്കും മുൻപ് നോ പറയാനായിട്ട് നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, ചിലപ്പോൾ എനിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നോ പറയാനായിട്ട് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമാവോ, നമ്മളവിടെ ഹേർട്ട് ചെയ്യാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ലൂസ് ചെയ്യോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നോ പറയാതെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം, ബട്ട് വി ആർ നോട്ട് ഫീലിംഗ് അപ് ടു ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു മെയിൻ ഒരു എക്സാം വരുന്നുണ്ട്, ബട്ട് ഫ്രണ്ട്സ് വിളിക്കുകയാണ്, അപ്പോൾ അവരോട് നോ പറഞ്ഞാൽ അവർ വിചാരിക്കും നമ്മൾ ഭയങ്കര ഒരു പഠിപ്പിസ്റ്റായി മാറി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആക്കണതാണ്. അങ്ങനെയൊക്കെ കുറേ തോട്ട്സ് വന്നിട്ട് നമുക്ക് നോ പറയാൻ പറ്റാതെ. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ നോ പറയാന്ന് പറഞ്ഞത് നമ്മളുടെ സെൽഫിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. അതായത് ഈ ഒരു ടൈം നമുക്ക് ബെനിഫിറ്റ് തരുന്ന കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ നോ തന്നെ പറയണം. അല്ല ഇപ്പൊ കുറച്ച് ആരെങ്കിലും നമ്മുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാണ്, ആ ടൈമിൽ നമ്മൾ അവിടെ പകച്ചുപോയി എന്ത് ചെയ്യണം, അങ്ങനെയല്ല. നോ, നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നണമെന്നുണ്ടെങ്കിൽ അവിടെ നോ തന്നെ പറയണം. അതിന് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഫ്രണ്ട്ഷിപ്സ് ആണോ റിലേഷൻഷിപ്സ് ആണെങ്കിൽ അത് പോട്ടെ, അത് നമ്മൾ ഒരിക്കലും ലൈഫിൽ മുമ്പോട്ട് ചെന്ന് ഹെൽപ്പ് ചെയ്യില്ല. സോ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിക്കണം. സോ ലാസ്റ്റത്തെ പോയിന്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണത്. അതായത് യു ഡോണ്ട് നീഡ് ടു ബി ലൈക്ക് ബൈ എവ്രി വൺ, യു ഡോണ്ട് ഹാവ് ടു പ്ലീസ് എവ്രി വൺ. അതായത് ഇപ്പോൾ ചിലർക്ക് ഉണ്ടാവും എല്ലാവരും ഹാപ്പി ആയിരിക്കണം, എല്ലാവർക്കും അവരോട് ഒരു ഇഷ്ടം വേണം. അങ്ങനെ ഒരു ആ ഒരു മെന്റാലിറ്റി, അതായത് ഇപ്പോൾ
എവ്രി വൺ വാണ്ട്സ് ടു ബി ലൈക്ക് ബൈ പീപ്പിൾ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇഫ് വി ആർ ലെറ്റിംഗ് അതേഴ്സ് ടു ക്ലോസ് അവർ ബൗണ്ടറീസ്, നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ടും ആ ഒരു കാര്യത്തിന് നിൽക്കുകയാണ്, മറ്റുള്ളവർ പ്ലീസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെൽഫ് വർത്ത് അല്ലേ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കിട്ടുന്ന ഒരു ലൈക്ക്നെസ്, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് നമുക്ക് നമ്മളെ ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഓർ റിലേഷൻഷിപ്പ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൗണ്ടറീസിനൊക്കെ അവർ റെസ്പെക്ട് ചെയ്യും. നമുക്ക് ഒരിക്കലും നമ്മളുടെ കംഫർട്ട് സോണിന് പുറത്ത് പോയി അവർ പ്ലീസ് ചെയ്യേണ്ട വരില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ട്രൈ ടു നോട്ട് ഓവർ ഡു ദ തിങ്സ് ജസ്റ്റ് ടു ബി ലൈക്ക് ബൈ എവ്രി വൺ. കുറച്ച് പേർക്ക് നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, നമ്മൾ അവരെ ഹേർട്ട് ചെയ്തു, അവർ നമ്മളൊന്നും ചെയ്യാണ്ട് നമ്മൾ വെറുതെ പോയി അവരെ ചീത്ത വിളിച്ചു, അങ്ങനെയൊന്നല്ല. ബട്ട് ചിലപ്പോൾ ചിലർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല, നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. അവർക്കത് ചിലപ്പോൾ അവരത് വേറെ രീതിയിൽ എടുത്തു, അവർക്ക് അതൊരു പ്രോബ്ലം ആയി തോന്നി, പിന്നെ അവർ നമ്മളോട് സംസാരിക്കാൻ വന്നില്ല, അങ്ങനെയാണ് വയ്ക്കും. ഇറ്റ്സ് ഫൈൻ, വി ഹാവ് ടു മൂവ് ഓൺ, ലൈഫ് ഗോസ് ഓൺ അല്ലേ? നമുക്ക് വേറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി ആ ഒരു ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ്, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് ഞാൻ നല്ല ഇഷ്ടമായിട്ട്, ഇൻട്രോവേർട്സിനായിരിക്കും എക്സ്ട്രോവേർട്സിനായാലും. ഇപ്പം എന്താ പറയുക, നമുക്ക് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ ഒപ്പം കറങ്ങാൻ വരുന്ന എനിക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെയും, റിലേഷൻഷിപ്സും ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ബട്ട് നമ്മൾ ആലോചിക്കാം, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും നമ്മൾ അവിടെ എനർജിയാണ് ആ ഒരു പേഴ്സണ് കൊടുക്കുന്നത്. നമ്മൾ അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ എനർജി, നമ്മുടെ ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതങ്ങനെ എന്താ പറയുക ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. നമ്മുടെ എനർജി എന്ന് പറയുന്നത് അത് പ്രഷ്യസ് ആണ് നമുക്ക്. അപ്പോൾ നമ്മളെന്നെ ആലോചിക്കുക, ഇസ് ദ പേഴ്സൺ വർത്ത് മൈ എനർജി? അതിപ്പോ ബീറ്റ് ഇൻ റിലേഷൻഷിപ്പ്, ബീറ്റ് ഇൻ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് തരുന്ന വാല്യൂ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഓർ റിലേഷൻഷിപ്പ് വാല്യൂ ബേസ്ഡ് ആണെന്നല്ല, ബട്ട് നിങ്ങളുടെ എനർജിയുടെ ഡ്രെയിൻ ആവാൻ പാടില്ല. ആ ഒരു പേഴ്സൺ ആയിട്ട് ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് വരും വീട്ടിൽ വരുമ്പോൾ എനിക്ക് തോന്നുകയാണോ എൻ്റെ എനർജി എല്ലാം ഡ്രെയിൻ ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. അതർവൈസ് ആണ് ഇപ്പൊ ആ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ കുറച്ച് നേരം സംസാരിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി വരാണ്. നിങ്ങളുടെ എനർജി അത് എൻഹാൻസ് ചെയ്യാണ്, അവിടെ എനർജി കുറയല്ല, അതിന് കൂടി വരാണ്, നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ആക്ച്വലി മേക്സ് യു ബെറ്റർ. അല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ യു നീഡ് ടു റിയലി തിങ്ക്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളെ റിയലി സെർവ് ചെയ്യാണ്. ഡു യു റിയലി വോണ്ട് ദാറ്റ് ഇൻ യുവർ ലൈഫ്? ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൂമെന്റ്, ജസ്റ്റ് സ്റ്റാർട്ട് നൗ. നമുക്ക് ലൈഫിൽ കുറേ ഗോൾസ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 3 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കണം, എനിക്ക് ഗവൺമെന്റ് ജോലിക്ക് പഠിക്കണം, എനിക്ക് IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഡിഫറെന്റ് ഡ്രീംസ് ഇല്ലേ. നമ്മൾ വിചാരിക്കും ഞാൻ ഇന്നിപ്പോ എന്തായാലും വ്യാഴാഴ്ചയായി, ഞാൻ അടുത്ത മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്തായാലും ഐശ്വര്യമായിട്ട് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ 2 മണി, ഇപ്പൊ ഈ ദിവസം കഴിയാറായില്ല, ഞാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വിചാരിച്ച് നാളെ വെച്ചിട്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് നമ്മൾ വിചാരിച്ചു നോക്കുക, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ വെയിറ്റ് ലോസിന്റെ കാര്യം പറയാൻ നിൽക്കാം. അപ്പോൾ എനിക്ക് 3 months കൊണ്ട് 10 kg കുറയ്ക്കണം. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നാളെ ചെയ്യും വിചാരിച്ച് പോവുകയാണെങ്കിൽ അത് നടക്കാനേ പോയില്ല. അതിന് പകരം നമ്മൾ ഇന്ന് തന്നെ അതിനൊരു സ്റ്റാർട്ട് കൊടുക്കുക. ഞാൻ ഇതല്ല പറയണത് ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ജിമ്മിൽ പോയിട്ട് 50 കിലോന്റെ വെയിറ്റ് എടുക്കുക, 100 കിലോന്റെ വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇന്നൊരു 100 പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് നമ്മൾ ചെയ്യുക. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം, അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കുക ഞാൻ ജിമ്മിൽ പോവോ ഓർ ഞാൻ വീട്ടിൽ നിന്നിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജിമ്മിലാണെങ്കിൽ ജിമ്മിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ നോക്കാം. അല്ല വീട്ടിൽ നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ റിസർച്ച് ചെയ്യാം, യൂട്യൂബിലാണെങ്കിൽ ആപ്സിൽ നോക്കാം. അങ്ങനെ ഡിഫറെന്റ് റിസർച്ച് ചെയ്യാം, ഏതൊക്കെ വർക്ക്ഔട്ട് ഞാൻ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു വെക്കാം. അതുപോലെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡയറ്റ്. ഇപ്പൊ നിങ്ങൾ നാളെ തൊട്ട് ഇപ്പോൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ എന്തൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും, എന്തൊക്കെ കഴിക്കും, അതിനുവേണ്ടി ഗ്രോസറീസിന് ഷോപ്പിങ്ങിന് പോവാം. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്, നിങ്ങളുടെ ആ ഒരു ഗോൾ, എനിക്ക് 10 kg കുറയ്ക്കണം എന്നുള്ള ഗോളിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത്. അല്ല നിങ്ങൾ വിചാരിച്ചില്ല നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചിട്ട് ഇന്നും ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതങ്ങനെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ഗോൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ വേറെ എന്ത് ഗോൾ ഉണ്ടെങ്കിലും നമുക്കത് നാളേക്ക് വെക്കാതെ ഇന്ന്
ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇറ്റ് ഇസ് ബെറ്റർ ടു ഇൻവെസ്റ്റ് ഇൻ സ്കിൻ കെയർ റെദർ ദാൻ മേക്കപ്പ്. മേക്കപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് മേക്കപ്പ് നല്ല ഇഷ്ടമാണ്. മേക്കപ്പ് ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ ഒരു ചിലർക്ക് ആർട്ടായിരിക്കും, ചിലർക്ക് ടൈം പാസ് ആയിരിക്കും, ചിലർക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു തിങ് ആയിരിക്കും നിങ്ങളുടെ ഡെയിലി ചെയ്യണം. അങ്ങനെ പലർക്കും പല ഒരു ക്രൈറ്റീരിയ ആയിരിക്കും മേക്കപ്പിന് ഉണ്ടായിരിക്കുക. പക്ഷെ സ്കിൻ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിലും അവർക്ക് നല്ല സ്കിൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ബേസ് എന്ന് പറയുന്നത് നല്ലതാണ്. നമ്മൾ പെയിന്റിങ് ചെയ്യുമ്പോൾ പറയാറില്ലേ, നമ്മൾ പെയിന്റിങ് ചെയ്യുമ്പോൾ ബേസ്, ആ ഒരു പെയിന്റിങ് ചെയ്യണ ആ ബേസ് തന്നെ പൊട്ടുകയാണെങ്കിൽ ആ പെയിന്റിങ് എത്ര ഭംഗി ഉണ്ടെങ്കിലും ആ ഒരു അതിന്റെ ഒരു ഫുള്ളി ഒരു ബ്യൂട്ടി അതിന് കിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ്. നമ്മുടെ സ്കിൻ കെയറിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറയില്ല. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലുള്ള എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ അതായാലും ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സൂട്ട് ചെയ്യുന്നത് അത് വെച്ച് നിങ്ങൾ സ്കിൻ ബെറ്റർ ആക്കാൻ നോക്കും. അല്ലാതെ ലക്ഷറി പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രമേ നല്ല സ്കിൻ കിട്ടൂ, കൊറിയൻ 11 സ്റ്റെപ്പ് റുട്ടീൻ ചെയ്താലേ നല്ല സ്കിൻ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടേലുള്ള ബഡ്ജറ്റ് വെച്ച് നിങ്ങളുടേലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നന്നായി സ്കിൻ കെയർ ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ കെയറിൽ പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഡയറ്റ്. ഇപ്പൊ നല്ല സ്കിൻ വേണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം നല്ല ഡയറ്റ് നമുക്ക് ഉണ്ടാവും. അല്ലാതെ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ച് നിങ്ങൾ കുറേ ലക്ഷറി പ്രൊഡക്ട്സ് ഒക്കെ വാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ളതാണ് നമ്മുടെ പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യണത്. സോ നിങ്ങൾക്ക് നല്ല നല്ല ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സും അങ്ങനെ നല്ല വാല്യൂ ഉള്ള ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നല്ല റിസൾട്ട് വരുള്ളൂ. സോ ആ ഒരു കാര്യം നമ്മളെന്താ സ്കിൻ കെയറിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മുടെ ഹെൽത്ത് നമ്മളവിടെ കവർ ചെയ്യും. അപ്പൊ നമ്മുടെ ഹെൽത്ത് അവിടെ ഓക്കെ. സോ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് സ്കിൻ കെയറിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. മേക്കപ്പ് അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ലെയർ ആയിട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇപ്പൊ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ജോബാണ്. നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ഇറ്റ്സ് ഡിഫറെന്റ്. ബട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കി നോക്കും. അതായത് സ്കിൻ കെയറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ കൂടുതൽ നന്നാവുമ്പോൾ മേക്കപ്പ് കുറച്ചും കൂടി നന്നായി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ലേൺ ടു ഡ്രസ് ഫോർ യുവർ ബോഡി ഷേപ്പ് റദർ ദാൻ ട്രെൻഡ്സ്. ഓരോ ടൈമിലും ഡിഫറെൻറ്റ് ട്രെൻഡ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ക്ലോത്തിങ് ഐറ്റംസ് ആയിരിക്കും, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആയിരിക്കും ട്രെൻഡ് ആവും. അതായത് ചില ടൈമിൽ ഇപ്പോൾ ഹൈ വേസ്റ്റഡ് ജീൻസ് ആയിരുന്നു ട്രെൻഡ്, ചില ടൈമിൽ ലോ വേസ്റ്റ് ജീൻസ് ആയിരിക്കും, ചിലപ്പോൾ ബെൽ ബോട്ടം ജീൻസ് ആയിരിക്കും, ചിലപ്പോൾ ടൈൻ ജീൻസ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ജീൻസിലായാലും ടോപ്സിലായാലും പെപ്ലം ടോപ്സ്, ഓഫ് ഷോൾഡർ ടോപ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്തിങ് മെറ്റീരിയൽസ് ആയിരിക്കും ട്രെൻഡിലുണ്ടാവും. ബട്ട് നമുക്ക് ഈ ട്രെൻഡ്സിനനുസരിച്ച് നമ്മളൊരു ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് എനിക്ക് അതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ വാങ്ങിക്കൊടുത്താൽ നമ്മുടെ ഫിനാൻഷ്യലും അത് എഫക്റ്റ് ചെയ്യാണ്. ഇറ്റ് മേ നോട്ട് ഈവൻ ഗുഡ് ലുക്ക് ഓൺ, അല്ലേ? നമുക്ക് ട്രയൽ ആൻഡ് എറർ നടത്തി നോക്കും നമ്മുടെ ബോഡി ഷേപ്പിന് എന്താണ് നല്ലതെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ക്ലോത്ത്സ് വാങ്ങും. അതുപോലെ ഈ ബേസിക് ഐറ്റംസ് ലൈക്ക് ബേസിക് ടീസ്, ബേസിക് ജീൻസ് എന്നൊക്കെ പറയും, അതൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കിപ്പോൾ ആ ഒരു ബേസിക് കളേഴ്സ്, ബേസിക് പെയർ ഓഫ് ജീൻസ് ഓർ ബേസിക് പെയർ ഓഫ് ടീഷർട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പലതരത്തിൽ എക്സറൈസ് ചെയ്ത് പലതരത്തിൽ അത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കത് ആക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ നന്നായി കൂടാണ്. ഓൾസോ വി സേവിങ് മണി, അല്ലേ? അപ്പോൾ ഡിഫറെന്റ് ബോഡി ടൈപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പിയർ ഷേപ്പ് ഉണ്ട്, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, അവർ ഗ്ലാസ്, സ്ക്വയർ, റെക്ടാങ്കിൾ, ഡിഫറെന്റ് ബോഡി ടൈപ്സ് ഉണ്ട്. സോ നമ്മുടെ ബോഡി ഷേപ്പ് എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണാടി നോക്കി നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ ചോദിച്ചു നോക്കുക എൻ്റെ ബോഡി ഷേപ്പ് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ നോക്കിയാലോ ഓർ യൂട്യൂബിൽ എന്താ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന ബോഡി ഷേപ്പിന് ചിലപ്പോൾ ഇന്ന സ്റ്റൈലുള്ള ഡ്രസ്സുകൾ കൂടുതൽ മാച്ച് ആവുന്നുള്ളൂ. അത് ഫുള്ളി 100% ശരിയാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലോത്തിങ് ഐറ്റംസ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉണ്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ബോഡി ഷേപ്പിൽ എൻ്റെ ബോഡി ടൈപ്പിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിനനുസരിച്ച് തന്നെ ഡ്രസ്സ് എപ്പോഴും ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കംഫർട്ട്, നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക നഡ്ജ് തരും നിങ്ങൾക്ക്. മേ ബി ഇറ്റ് മേ ലുക്ക് ബെറ്റർ, അങ്ങനെ അത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ജസ്റ്റ് ഒരു ഫൺ ഡേ ആയിട്ട് ഒന്ന് ഫൺ എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്ത് നോക്കി നോക്കാം. സോ നെക്സ്റ്റ് പോയിന്റ് ഇസ് യു ഡോണ്ട് ഹാവ് ടു ബി ലോ മെയിൻ്റെനൻസ് ജസ്റ്റ് ടു പ്ലീസ് അതർ പീപ്പിൾ. അതായത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ ഭയങ്കര ഹൈ മെയിൻ്റെനൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയും ചില ആൾക്കാരുണ്ടാവും അവർ വളരെ ലോ മെയിൻ്റെനൻസ് ആയിരിക്കും, മിനിമലിസ്റ്റ് ആൾക്കാരെന്നൊക്കെ പറയും. അതായത് അവര് ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പൈസ സ്പെൻഡ് ചെയ്യുക. അത്യാവശ്യം മേ ബി ദേ വുഡ് ബി റിച്ച്, അവർക്ക് നല്ല പൈസ ഉണ്ടാവും. ബട്ട് അവർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രമായിരിക്കും സ്പെൻഡ് ചെയ്യുക. അങ്ങനെയുള്ളതാണ് നമുക്ക് മിനിമലിസ്റ്റ് എന്ന് പറയാം.
ഇറ്റ്സ് എ ഗുഡ് തിങ്. നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ആൻഡ് മണി എന്ന് പറയുന്നത് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഫിനാൻഷ്യലി നമ്മൾ എത്രത്തോളം അവെയർ ആവുന്നു അത്രത്തോളം നല്ലതായിരിക്കും നമുക്ക്. ഇപ്പൊ നമ്മൾ എത്ര ഏൺ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൽ എത്ര സേവ് ചെയ്യുന്നു, എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതാണ് മാറ്റർ ചെയ്യുന്നത് അല്ലേ? ബട്ട് അണ്ടർ കൺസെപ്ഷൻ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്, ബട്ട് എത്ര ആവശ്യമുള്ള കാര്യത്തിനായാലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യില്ല. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക. അതിന്റെ ആവശ്യം എനിക്ക് അറിയില്ല. അവരുടെ ആ ഒരു മെന്റാലിറ്റി എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ ഓൾറെഡി നമുക്ക് ആ ഒരു അതിനുള്ള മീൻസ് ഉണ്ട്, നമ്മളുടെ അതിനുള്ള ക്യാഷ് ഉണ്ട്, മണി ഉണ്ട്. സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ് ഇൻ ലൈഫ് ഫോർ വാട്ട് ഐ ഡോണ്ട് നോ. ഐ എം നോട്ട് സെയിങ് ഗോ ആൻഡ് സ്പ്ലോജ് യുവർ മണി ഓൺ തിങ്സ് യു ഡോണ്ട് നീഡ്. അങ്ങനെയല്ല. നമ്മൾ മണീനെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കണം. നമ്മൾ മണി എവിടെ സ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ സ്പെൻഡ് ചെയ്യും, അതിനൊക്കെ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ലൈഫിനെ ഈസി ആക്കാനല്ലേ നമ്മൾ മണി ആക്ച്വലി ഏൺ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മണി ഉണ്ടാക്കുന്നത് അല്ലെ? സ്വന്തമായിട്ട് നമ്മളിപ്പോ ഇഫ് യു ആർ മേക്കിംഗ് മണി ബൈ യുവർ സെൽഫ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നു, കോർപ്പറേറ്റ് വർക്ക് ആവാം, ബിസിനസ് ആവാം, എന്ത് വർക്കാണെങ്കിലും ആയിക്കോട്ടെ, ബട്ട് യു ആർ സ്ട്രഗിളിങ്, യു ആർ ഗിവിംഗ് യുവർ ടൈം ആൻഡ് എഫേർട്ട് ദാറ്റ്. സോ അങ്ങനെ കിട്ടുന്ന മണി നമ്മൾ സേവ് ചെയ്തുകൊണ്ട് മാത്രം എന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ലൈഫിൽ ചീസ് ചേർക്കാൻ അത് കുറച്ച് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലത് അവിടെ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ബിക്കോസ് പീപ്പിൾ വോണ്ട് ടു ബി ലോ മെയിൻ്റനൻസ് ആൻഡ് യു ഡോണ്ട് നീഡ് ടു, യു ക്യാൻ സ്പെൻഡ് യുവർ മണി പൈസ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോയിന്റ് ആണിത്. വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യാം. സോ 10 പോയിന്റ്സ് ഈ വീഡിയോയിൽ, 10 പോയിന്റ്സ് ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ട് 2 വീഡിയോയിലായിട്ട് പറയാം. അങ്ങനെ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ക്യാൻ മീൻ മോർ ഫ്രീഡം. അതായത് വൺസ് യു സ്റ്റാർട്ട് ഏർണിംഗ് ഓർ വൺസ് യു ഗെറ്റ് എ ജോബ് ആൻഡ് സ്റ്റാർട്ട് മേക്കിംഗ് യുവർ ഓൺ മണി, ആ ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടും ലൈഫിൽ. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാം. നിങ്ങളുടെ ചുറ്റുള്ളവർ നിങ്ങളെ കുറച്ചും കൂടി കൂടുതൽ റെസ്പെക്ട് ചെയ്യും, നിങ്ങളുടെ ഡിസിഷൻസിന് കുറച്ചും കൂടി കൂടുതൽ റെസ്പെക്ട് തരും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. മേ ബി കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഗേളാണ്, അപ്പൊ ഫ്രം ഗേൾസ് പെർസ്പെക്റ്റീവ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയണത് എല്ലാവരും ഓൾ ഷുഡ് ഹാവ് ജോബ്സ്, എവ്രി വൺ ഷുഡ് മേക്ക് ദെയർ ഓൺ മണി, അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ചോയ്സ്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ബട്ട് ഇവിടെ ഞാൻ അതല്ല പറയണം. അതായത് ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുകയാണ്, സോ ആ പൈസ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരുടെയും ഒപ്പീനിയൻസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ക്ലോസ് ദ മണി, അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഫ്രീഡത്തിന്റെ കാര്യമല്ല ഞാൻ പറയണത്. ഫ്രീഡം ടു മേക്ക് ചോയ്സസ് ഫോർ യുവർ സെൽഫ്. അതായത് ഇപ്പൊ മുമ്പ് ഒരു ടൈം വരെ പാരന്റ്സ് പറയുന്നത് കാര്യം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അവർക്കായിരിക്കും അൾട്ടിമേറ്റ് ഹാൻഡ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് വോയിസ് ചെയ്യാം, അതിനെ കുറിച്ച് പറയാം. ഇങ്ങനെയാണ്, ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്. അങ്ങനെ നിങ്ങൾക്ക് സ്ട്രോങ് ഒപ്പീനിയൻസ് വെക്കാൻ പറ്റും. ചെറുപ്പം തൊട്ടേ അതോ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയവരാണെങ്കിൽ കൂടി മേ ബി വൺസ് യു സ്റ്റാർട്ട് ഏർണിംഗ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ ചാൻസ്. ഐ ഡു തിങ്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയണത് ഇറ്റ്സ് റിയലി ഒരു എംപവറിങ് തിങ് ആണ്. അതായത് നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു മണി എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ് ഫീലിംഗ് അല്ലോ അല്ലേ? അങ്ങനെ കിട്ടുന്ന ആ ഫ്രീഡവും ലൈക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് വി റിയലി ഏൺഡ് ഇറ്റ് അല്ലേ? ആ ഫ്രീഡം വി റിയലി ഏൺഡ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ടിരുന്നത്. ഒന്നുകൂടി ഞാൻ പറയാണ്, ഇതൊരു അഡ്വൈസ് വീഡിയോയോ എൻ്റെ ഒപ്പീനിയൻസ് ഞാൻ ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുക, അതൊന്നുമല്ല. ദീസ് ആർ ജസ്റ്റ് മൈ തോട്ട്സ് from my experience, from the experience I had in my these years of journeys. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ 20s ഞാനിപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൾസോ നോട്ട് പെർഫെക്റ്റ്, ഐ എം ഓൾസോ സ്റ്റിൽ ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ട് പറയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും അല്ലേ? നമ്മളെ വളർന്നു വരുന്ന കുഞ്ഞനിയന്മാരോ അനിയത്തിമാർക്കൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയാലും. അപ്പോൾ പിന്നീട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ കാര്യങ്ങൾ എൻ്റെ 30s or 40s എനിക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണല്ലോ ലൈഫ്. നമ്മളെല്ലാപ്പോഴും ലൈഫിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് അല്ലേ?
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ലീവ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.